ഹലോ ഗൈസ്. സോ ഞാനിപ്പോൾ UK വന്നിട്ട് കുറച്ച് നാളായി, എനിക്ക് തോന്നുന്നു ഒരു 4 മാസമായി. ആൻഡ് ഞാൻ ഇതുവരെ അങ്ങനെ ലോങ് വ്ളോഗൊന്നും എടുത്തിട്ടില്ല ഇവിടെ വന്നേ പിന്നെ. സോ ഐ തോട്ട് ഇന്ന് നമുക്കിങ്ങനെ വെറുതെ ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിലിടയ്ക്ക് ഇങ്ങനെ Q&A ഒക്കെ ഇടാറുണ്ട്. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ വിചാരിച്ച ഉടനെ Q&A ഇടുമ്പോൾ 19 ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള ഫോളോവേഴ്സൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഓർത്തു ഈ ട്രൂത്ത് ഓർ ഡെയർ ഗെയിംസ് ഉള്ള ആപ്പുകളില്ലേ, അങ്ങനത്തെ ആപ്പിൽ കയറിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, അപ്പോൾ അത് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പ്ലാനറാണ്, 2025 പ്ലാനറാണ്. പക്ഷെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാറൊന്നുമില്ല. ഞാൻ അന്ന് നടക്കുന്ന കാര്യങ്ങൾ മാത്രം വെറുതെ എഴുതും എന്നുള്ളതല്ലാതെ ദർ ഇസ് നോ പ്ലാനിങ്. ഓക്കെ, എനിവേ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, കുഡ് യു ഗോ എ വീക്ക് വിത്തൗട്ട് ജങ്ക് ഫുഡ്? ജങ്ക് ഫുഡ് ഇല്ലാതെ ഒരാഴ്ച ഓഫ് കോഴ്സ് എനിക്ക് പറ്റും. കാരണം ജങ്ക് ഫുഡ് എനിക്ക് അങ്ങനത്തെ നിർബന്ധമൊന്നുമല്ല. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനാണ് ഏറ്റവും ഇഷ്ടം. എന്താ പറയുക, ജങ്ക് ഭയങ്കരമായിട്ട്, ഇപ്പം ജങ്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, പിസ്സ ഇതൊക്കെയല്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, വല്ലപ്പോഴും കഴിക്കാൻ ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും, ഇല്ലെന്നല്ല. പക്ഷേ കൂടുതലിഷ്ടം വീട്ടിലെ ഫുഡ് തന്നെയാണ്. ചോറും കുറച്ച് മോരുകറിയും, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. സോ അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ജങ്ക് എനിക്ക് ഒരാഴ്ച ഇല്ലെന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ചൈൽഡിഷ് തിങ് സ്റ്റിൽ ഐ ഡു. ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യം, ഐ തിങ്ക് ദർ ആർ സോ മെനി തിങ്സ്. പക്ഷേ എനിക്ക് കൊച്ചിലൊക്കെ, പക്ഷെ ഇത് ചൈൽഡിഷ് ആണെന്ന് വെച്ചാൽ അത്ര ചൈൽഡിഷ് അല്ല, കാരണം ഇപ്പോഴും അത് വളരെ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആസ് എ ചൈൽഡ് പോലെ തന്നെ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് കൊച്ചിലെ എനിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി പടമൊക്കെ വരച്ച് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനത്തെ പടം വരയ്ക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കളറിങ് ആണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പടം വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ആ തീരെ കുഞ്ഞുള്ള അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താ വെച്ചാൽ കളറിങ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ അവിടെ ഈ ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷനാണ്. സോ അപ്പോൾ അവിടെ നമുക്കിങ്ങനെ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇടയ്ക്കുണ്ട്, അല്ല എന്നും ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഡ്യൂട്ടി വരും. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അവർക്കും ഒരു കളറിങ് പേജ് ഷീറ്റ് കൊടുക്കും, ഞാനും ഒരെണ്ണം എന്നിട്ട് ഞാൻ അവിടെ സൈഡിൽ പോയിരുന്നു സുഖമായിട്ടിരുന്ന് പടമൊക്കെ വരച്ച് പടം വരയ്ക്കുമല്ല, മെയിനായിട്ട് എന്താണ് കളറിങ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ആക്ച്വലി ഇന്നലെയും കൂടെ അത് ചെയ്തതേ ഉള്ളൂ. ഇറ്റ് വാസ് സോ നൈസ്. യാ, അത് ചൈൽഡിഷ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ചൈൽഡിഷ്, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അതെനിക്ക് ആസ് എ ചൈൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറേ നാളൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ അന്നത്തെ പോലെ തന്നെ എൻജോയ് ചെയ്യുന്നൊരു സംഭവം ഇതാണ്. സോ എനി റൂൾ ഓർ സോഷ്യൽ നോം ദാറ്റ് പിസ് യു ഓഫ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിലിപ്പോൾ എന്താ പറയുക, ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ല, അതൊക്കെ ഞാൻ ഇപ്പോഴും ശക്തമായിട്ട്, കാരണം ഈവൻ ദോ അത് ഇന്ത്യയിൽ ഇല്ലീഗലാണെങ്കിൽ പോലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഭയങ്കര പ്രൗഢിയോടെ പറയുന്നതാണ് അതൊക്കെ നാട്ടു നടപ്പാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയില്ല. അതൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അതുപോലെ ആ ജോലി ആണുങ്ങൾ ചെയ്യണം, ഈ ജോലി പെണ്ണുങ്ങൾ, അങ്ങനെ ജെൻഡർ റോൾസ് കൊടുക്കുന്നത്, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദാറ്റ്. പിന്നെ പലരും ഈ ഫെമിനിസം എന്ന് പറയുന്ന വേർഡിനെ വളച്ചൊടിക്കുന്നത്, ഇങ്ങനെ പറയും, ഓ അവർ ഭയങ്കര ഫെമിനിസ്റ്റാണ് അങ്ങനെ. ഇപ്പം എൻ്റെ തന്നെ ഇപ്പോഴത്തെ ചില കുറച്ച് ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇവരെന്താണ് ഈ ഒരു മൈൻഡ് സെറ്റിൽ പറയുന്നത്? ഫെമിനിസം ഈസ് ജസ്റ്റ് അബൌട്ട് ഇക്വാലിറ്റി അല്ലേ? അതിനെ ഇങ്ങനെ അതൊരിക്കലും പുരുഷനെതിരെയാണെന്നോ ഒന്നുമല്ല ആ ഒരു കാഴ്ചപ്പാട് പറയുന്നത്. അതിൽ പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും സെയിമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഫെമിനിൻ എന്നുള്ള വേർഡ് അതിൽ വന്നത് എന്ന് ചോദിച്ചാൽ, ആസ് വി നോ, പണ്ട് കാലത്ത് ഓഫ് കോഴ്സ് ആണുങ്ങൾ കുറേ പെണ്ണുങ്ങളെക്കാളും കുറേ
ഫ്രീഡം എൻജോയ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് പല കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറ പറയുന്നത് അത് അങ്ങനെയല്ല, ഫെമിനിൻ അല്ലെങ്കിൽ ഫീമെയിൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതൊക്കെ എന്നെക്കാളും നന്നായിട്ട് പ്രിയങ്ക ചോപ്രയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പുള്ളിക്കാരി പറഞ്ഞ പോലെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. സോ അങ്ങനത്തെ നോംസിന് അല്ലെങ്കിൽ റൂൾസിനൊക്കെ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദോസ് തിങ്സ്. യാ, യു കൺസിഡർ ബീങ് എ ന്യൂഡിസ്റ്റ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂഡിസ്റ്റ്, ആദ്യം ഞാൻ ഈ വാക്കിടുമ്പോൾ അതെന്താ ന്യൂഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂഡ്? ആക്ച്വലി അത് തന്നെയാണ്. അത് ഞാനിങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. അതായത് ക്ലോത്ത് ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്, അതാണ് ഹെൽത്തി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അതിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് ന്യൂഡിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓഫ് കോഴ്സ് നമ്മൾ ഡ്രസ്സൊക്കെ ഇടണം. ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് അടുത്തതിന് ഏതിടാം എന്ന് ആദ്യം ആലോചിക്കുന്ന ആളാണ്. സോ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്തൊരു ലോകത്തിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. കാരണം നമ്മൾ അതൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോഴല്ലേ ഒരു രസം. അത് അല്ലാതെ നമ്മളിപ്പോൾ എന്നും തുണിയിടാന്നുള്ളത് നമുക്കൊരു വെറൈറ്റി ഇല്ലല്ലോ. ലൈഫ് എന്ന് പറയുമ്പം നമുക്ക് എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പല കളേഴ്സ് ട്രൈ ചെയ്യണം, ഇങ്ങനെ അങ്ങനെയൊക്കെ. സോ ഐ എൻജോയ് ഫാഷൻ, ഡ്രസ്സിങ് ആൻഡ് എവറിത്തിങ്. ന്യൂഡിസം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ പണ്ട് കൊച്ചിലേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു, ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ തുണിയില്ലാതെ എവിടേക്കൊക്കെ കൂടെ നടക്കുന്നത്. എനിക്കൊന്ന് പലരും അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്തൊക്കെയോ സൈക്കോളജിക്കലി എന്തൊക്കെയോ ഇതൊക്കെ പറയുകയും ചെയ്യും. പക്ഷേ ആക്ച്വലി ഏറെക്കുറെ ഒരു സിമിലർ മൊമെൻറ്റ് സംഭവിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ടർക്കിയിൽ നമുക്ക് ഈ ഹമാം ബാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ടർക്കിയിൽ റീജിയനിൽ പോയപ്പോൾ നമ്മൾ ടർക്കിഷ് ഹമാം ബാത്ത് ചെയ്തു. ഓ മൈ ഗോഡ്, അത് അടിപൊളിയായിരുന്നു. അത് നമുക്ക് ഈ അറിയാത്ത ആൾക്കാരുടെ മുന്നിലാണല്ലോ, ഓഫ് കോഴ്സ് പെണ്ണുങ്ങൾ തന്നെയാണ് നമ്മളെ കുളിപ്പിക്കുന്നത്, എങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരുടെ മുന്നിൽ നമ്മളിങ്ങനെ തുണിയൊന്നും എഴുതുന്നില്ല, അവർ നമ്മളെ തേച്ചൊരുപ്പിച്ച് കുളിപ്പിച്ച്, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഓർമ്മ വന്നു. അങ്ങനെ അല്ല, ആക്ച്വലി അതിന് മുന്നേയും എനിക്കൊന്ന് മാൽദീവ്സ് പോയപ്പോഴും ഇതുപോലെ ഞങ്ങൾ ഒരു സ്പാ ചെയ്തായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ ന്യൂഡ് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും അന്ന് ന്യൂഡാണെങ്കിൽ പോലും നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തുണിയൊക്കെ എടുത്ത് നമ്മുടെ മേലെ ഇട്ടു. പക്ഷെ ടർക്കിഷ് ഹമാം ബാത്ത് വാസ് ലൈക്ക് ഒരു രക്ഷയില്ല. നമുക്ക് നാണം മാനം ഇല്ലാതെ നമ്മളവിടെ പോയിരുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് റൊമാൻറ്റിക് ഗിഫ്റ്റ് യു ഹാവ് ഗിവൺ സമ്മൺ? ഓക്കെ, മോസ്റ്റ് റൊമാൻറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു വാലൻറ്റൈൻസ് ഡേ ഹാമ്പർ കൊടുത്തായിരുന്നു. അതിലിങ്ങനെ കുറേ നല്ല എന്താ പറയുക, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണത്, ആർട്സ് ഗാലറി ചെയ്തതാണ്. താങ്ക് യു ആർട്സ് ഗാലറി. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തു. ആക്ച്വലി ഷീ ഈസ് മൈ ഫ്രണ്ട്സ് ലിറ്റിൽ സിസ്റ്റർ. സോ യാ, സോ ചക്കര ചെയ്ത ആ ഒരു ഹാമ്പർ ഞങ്ങളെ ഞാൻ ഇപ്പം കാണിക്കാം. അപ്പം ഇതാണ് ആ വാലൻറ്റൈൻസ് ഡേ ഹാമ്പർ. ഇതിൽ ദ ആർട്സ് ഗാലറി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അതിലുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അതിലൊരു കുർത്തയുണ്ട്, അത് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. ദെൻ ദിസ് ടെഡി ബിയർ, അത് ബ്രീത്തിങ് ടെഡിയാണ്. ആൻഡ് നമ്മുടെ കുറച്ച് വെഡ്ഡിങ് റിലേറ്റഡ് ഫോട്ടോസിൻ്റെ ഒരു ഫ്രെയിം, ആ കൊളാഷും ഞാൻ ചെയ്തതാണ്. ആൻഡ് ഐ സെൻഡ് ഇറ്റ് ടു ഹർ. ആൻഡ് ലോട്ട്സ് ഓഫ് ചോക്ലേറ്റ്സ്, നമ്മുടെ ഡെയറി മിൽക്ക് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ക്യാൻഡിൽ. ആൻഡ് അതിന് മുന്നേ വെച്ചത് ഒരു ചെറിയ മൂണാണ്. അതായത് അത് നമുക്കിങ്ങനെ വെക്കുമ്പോൾ ഒരു ചെറിയ ലൈറ്റൊക്കെ വരുന്നൊരു മൂണാണ്. പിന്നെന്താ ഇങ്ങനെ കുറേ. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ടൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാറ്ററി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അവർ ഐറ്റമേ എടുത്ത് മാറ്റി. ഇത് ആക്ച്വലി കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ബാറ്ററിയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വളരെ റൊമാൻറ്റിക് ആയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. കല്യാണത്തിന് മുന്നേ ഞാൻ ഒരു ഷർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഗിഫ്റ്റാണ്. അത് ഭയങ്കര ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് കൊറിയറൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെ കടന്ന് പോയൊരു ഗിഫ്റ്റ്. സോ ഇറ്റ്സ് ക്യൂട്ട് നാ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവർ പീഡ് ഇൻ ഷവർ? ഓക്കെ, ഷവറിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എന്നല്ലേ? ഒഴിച്ചിട്ടുണ്ട്, ഓഫ് കോഴ്സ്. പക്ഷേ ഈ പണ്ടൊക്കെ ഞാൻ ആക്ച്വലി സ്വിമ്മിംഗ് പൂളിലും മൂത്രം ഒഴിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അത് അത്ര ശരിയായ പരിപാടിയല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നതിന് മുന്നേ ബാത്റൂമിലൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ഇവരെന്നോട് സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം ചോദിച്ചില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഷവറിൽ ഓഫ് കോഴ്സ്. അടുത്തത്, 3 things I like about me. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണെന്ന് ചോദിച്ചാൽ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ഇന്നസെൻ്റ് ആണ്, കുറച്ച് പൊട്ടത്തരമൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരെ വിശ്വസിക്കും. പക്ഷേ അതിപ്പോൾ അത്രയില്ല, ഇപ്പോൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ്. എങ്കിലും എനിക്ക് ആ സംഭവം ഇപ്പം ഞാൻ പ്രാക്ടിക്കലാണല്ലോ, അതെനിക്കിഷ്ടമാണ്. നേരത്തെ അത്രയും പ്രാക്ടിക്കൽ അല്ലായിരുന്നു, അതെനിക്കിഷ്ടമല്ലായിരുന്നു. സോ ഇപ്പോൾ ഒന്നൊരു ചേഞ്ചാണത്. സോ ഐ ലൈക്ക് ദാറ്റ് അബൌട്ട് മീ. പിന്നെ എനിക്ക് വ്യക്തമായ ഒപ്പീനിയൻസ് ഉണ്ട്, അത് ഞാൻ പറയാറുണ്ട്. ഐ ലൈക്ക് ദാറ്റ് മറ്റേ വീണാലും 4 കാലിലെ വീഴുള്ളൂ എന്നുള്ള സംഭവമുണ്ട്, അതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഐ എം എ ലവിങ് പേഴ്സൺ. ഐ നോ ഹൗ ടു എക്സ്പ്രസ് ലവ്. ഞാനത് വളരെ എവിഡൻ്റായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. 3 things അല്ല ചോദിച്ചോളൂ. സോ 3 things. ആൻഡ് ഫേവറേറ്റ് ജങ്ക് ഫുഡ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആക്ച്വലി ജങ്ക് ഫുഡ് ഇല്ലാതെ ഒരാഴ്ച നിൽക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ജങ്ക് ഫുഡ് ഇല്ലാതെ നിൽക്കാൻ പറ്റുമെങ്കിലും നമുക്കൊരു ഫേവറേറ്റ് ജങ്ക് ഫുഡ് കാണുമല്ലോ. എൻ്റെ ഫേവറേറ്റ് ജങ്ക് എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കൻ, KFC ചിക്കൻ, അവിടെയൊക്കെ ഫ്രൈഡ് ചിക്കൻ ഇല്ലേ, അതാണ് എൻ്റെ ഫേവറേറ്റ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് പണ്ടൊട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം അത് ആദ്യം ഞാൻ കഴിച്ച സമയത്ത് എനിക്കൊന്ന് എൻ്റെ അമ്മയാണ് എനിക്കത് കൊണ്ടുതരുന്നത്. അന്ന് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റേ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഒക്കെയായിരുന്നു ഇഷ്ടം. അപ്പോൾ അമ്മ അത് സ്പൈസൊക്കെ ആഡ് ചെയ്ത് എക്സ്ട്രാ മാരിനേറ്റൊക്കെ ചെയ്ത് ഫ്രൈ ചെയ്ത് എനിക്ക് തന്നു. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ലാസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ KFC ചിക്കനിലൊക്കെ പോവും. അപ്പോൾ ആഴ്ചയിലൊരിക്കലൊക്കെ ഇങ്ങനെ ആ സമയത്തൊക്കെ ജങ്ക് ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. ഇപ്പം ഓഫ് കോഴ്സ് ഇല്ല, പക്ഷെ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ വെളിയിൽ നിന്നാണല്ലോ കൂടുതലും ഫുഡ് കഴിക്കുന്നത്. അപ്പം ഷവർമയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഷവർമയൊക്കെ എനിക്ക് പിന്നെയും മടുക്കും. പക്ഷെ KFC ചിക്കൻ അതൊന്നും എനിക്ക് മടുക്കില്ല. ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. അതിങ്ങനെ മയണൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സോസും ഐ ലവ് ഇറ്റ്. അപ്പോൾ അതാണ് ഫേവറേറ്റ് ജങ്ക് ഫുഡ്. അടുത്തത്, എവർ സ്ലീപ്പ് വോക്ക് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുമായിരുന്നു പണ്ട്, ഇങ്ങനെ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഇപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങുക, അപ്പോൾ ചേച്ചി അടുത്തുണ്ട്. അപ്പം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ചെയ്ത സമയമാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നത്, ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വപ്നം കാണുന്നത് ഞാൻ ചേച്ചി വഴക്കുണ്ടാക്കുന്നതാണ്. അതിങ്ങനെ എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് തോട്ടാണ് എൻ്റെ മൈൻഡിൽ. അപ്പം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നത് ഈ ചേച്ചി എന്തോ ചെയ്തു, അപ്പോൾ ഞാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ അക്ഷരനോട് പറഞ്ഞു കൊടുക്കും നോക്കിക്കോ എന്ന്. അക്ഷരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ സ്വപ്നത്തിലെ എൻ്റെ ഡയലോഗ്. പക്ഷേ അബദ്ധവശാൽ ആ ഡയലോഗ് വെളിയിൽ വന്നുപോയി. ഞാൻ അക്ഷരനോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതെൻ്റെ ചേച്ചി കേൾക്കുന്നുണ്ട്, ആൻഡ് അതിൻ്റെ അടുത്ത ദിവസം ചേച്ചി എൻ്റെ അടുത്ത് എന്നോട് ചോദിച്ചു, നീ ഇന്നലെ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, സോറി. സോ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ മാക്സിമം എനിക്ക് ഉറങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ എല്ലാം വിളിച്ചു പറയുമോ എന്നൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഐ തിങ്ക് ഫേവറേറ്റ് ടി വി ഷോ
2 ഫേവറേറ്റ് ടി വി ഷോസ് പറയാം. ഒന്ന് ഇസ് പ്യാർ കോ ക്യാ നാം ദൂൺ. അത് ഞാൻ കണ്ടതിനും ഒന്നും കണക്കില്ലെന്നുള്ളതാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6th ആണോ 7th ആണോ ആ ഒരു സമയത്താണ് ഈ സാധനം റിലീസാവുന്നത്, ആവുന്നത്. പക്ഷെ അതിൻ്റെ തുടക്കം എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ മീൻസ് ഈ അർണവ് ഖുഷി എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇവരുടെ ലവ് സ്റ്റോറിയൊക്കെ നടന്ന് ഇവർ ഒരു പോയിന്റിൽ അർണവ് ഖുഷീനെ കല്യാണം കഴിക്കുന്നൊരു പോയിന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ എപ്പിസോഡ് തൊട്ടാണ് ഞാൻ ഞാനിത് കാണുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ അതിന് മുന്നേ കുറേ സ്റ്റോറി ഉണ്ട്, പക്ഷെ അത് ഞാൻ വെറുതെ വിക്കിപീഡിയയിലൊക്കെ നോക്കി ഏകദേശം സ്റ്റോറി മനസ്സിലാക്കി, ഫൈൻ. പിന്നെ ഞാൻ സ്റ്റാർ പ്ലസിൽ ഇതിങ്ങനെ ആക്ച്വലി ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് ഈ ഒരു സീരിയൽ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഞാൻ വെറുതെ സ്റ്റാർ പ്ലസിൽ ആക്ച്വലി ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകൾ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു എന്തെങ്കിലും ഹിന്ദി പരിപാടി വെക്കാൻ. അങ്ങനെ വെച്ചപ്പോൾ ഇത് വന്നു. അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. പിന്നെ അവസാനം അമ്മയൊക്കെ മറ്റേ കൈ പിടിച്ചിട്ട് ഇതൊന്ന് മാറ്റുമോ എന്നുള്ള അവസ്ഥയിലെത്തി. കാരണം ഈ സ്റ്റാർ പ്ലസിനൊരു പ്രത്യേകതയുണ്ട്, ഇവർ സീരിയൽ തന്നെയാണ് മൺഡേ ടു ഫ്രൈഡേ. ആ സമയത്ത് അങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സീരിയൽ മാത്രം ഇവർ ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഏഷ്യാനിലൊക്കെ എനിക്കറിയാം വൈകിട്ട് ഒരു 6 മണി തൊട്ട് 10 മണിയൊക്കെ വരെ സീരിയൽ കാണും അല്ലേ. ഇപ്പം കറക്റ്റ് എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയാണല്ലോ. പക്ഷെ പകൽ അവർ വേറെ പരിപാടിയൊക്കെ കാണിക്കുമല്ലോ, സിനിമ കാണിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷെ ഈ സ്റ്റാർ പ്ലസിൽ ഇത് മാത്രമേ കാണിക്കുള്ളൂ, സീരിയൽ മാത്രം. പിന്നെ ഒരു റിയാലിറ്റി ഷോ എന്തോ ഒക്കെ കാണും, അതും അവരുടെ എന്താണ് അവരുടെ ഷോസ്. ആ ഷോസ് നജ്ബലി എന്നൊരു ഷോ ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആയിരുന്നു. അപ്പോൾ അത് മാത്രമേ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിക്കുള്ളൂ, രാത്രിയും ഒക്കെ. അപ്പോൾ ഈ ഇസ്പ്യാർക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 മണിക്കാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. പിന്നെ രാത്രി ഒരു 12:30 ആകുമ്പോൾ വീണ്ടും സംപ്രേഷണം ചെയ്യും. പിന്നെ ഒരു 1:30 വീണ്ടും സംപ്രേഷണം ചെയ്യും. പിന്നെ രാവിലെ ഒരു 5 മണി, പിന്നെ 10 മണി, 12 മണി, ഇങ്ങനെ പല സമയത്ത് ഇത് സംപ്രേഷണം ചെയ്യും. വൈകുന്നേരം 5:30. എനിക്ക് സമയം തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്കെന്തോ ആ സമയത്ത് വെക്കേഷൻ എന്തോ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, എത്ര തവണ ഇത് ടെലികാസ്റ്റ് ചെയ്യുമോ അത്രയും തവണ ഞാൻ ഇതിരുന്ന് കാണും. ഇജാതി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി, ഹിന്ദി സീഖ് ഗയാ. എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. ഇപ്പം ഇവിടെ വന്നിട്ടാണെങ്കിലും എനിക്ക് ഹിന്ദിയിൽ 4 പേരോട് സംസാരിക്കാൻ പറ്റുന്നത് ഈ ഷോ കണ്ടുകൊണ്ടാണ്. കാരണം ഈ ഷോ കാണുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലാവില്ല, പിന്നെ ഞാൻ മറ്റേ ഡിക്ഷണറി ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് പിന്നെ യൂസ്ഫുൾ ആയി. പിന്നെ എനിക്ക് പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിലും ഹിന്ദി എനിക്ക് കുറേയൊക്കെ എനിക്കും അറിയാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ എത്തിയത് ഇത് കാരണമാണ്. അപ്പം ഇത് കാണുമ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഷോസൊക്കെ നമ്മൾ കാണില്ല. അപ്പം അങ്ങനെ അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയുമൊക്കെ ഒരു ഇത് കിട്ടിയത് ഈ ഒരു ഷോ കണ്ടുകൊണ്ടാണ്. സോ ഇതെനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോയാണ്. ദ മോസ്റ്റ് ഫേവറേറ്റ് അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും കാണുന്നൊരു സാധനം ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സും ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അധികം ഭയങ്കര ലേറ്റ് ആയിട്ട് കേട്ടോ കാണുന്നത്. ഒരു കൊറോണ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ ഫ്രണ്ട്സ് കാണുന്നത്. ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് കുറേ കണ്ടു. ഇങ്ങനെ 10 സീസണൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്തെ. കുറേ ഇങ്ങനെ അതിൻ്റെ മേലെ തന്നെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, അഡിക്ഷൻ പോലെ. ഇങ്ങനെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ അടുത്തത് കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം തന്നെ ഇങ്ങനെ കണ്ട് അത് തീർത്തു. പിന്നെ വീണ്ടും ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ റീലോ ഒക്കെ വരുമ്പോൾ വീണ്ടും ആ എപ്പിസോഡ് പോയി കണ്ട് അങ്ങനെ എനിക്കിത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ്ഫ്ലിക്സ് തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതന്നെ ഫ്രണ്ട്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് എനിക്ക് ഷോ നമ്മളൊരു ഷോ ഫസ്റ്റ് എപ്പിസോഡെങ്കിലും കണ്ടാലല്ലേ നല്ലതാണോ എന്ന് അറിയുള്ളൂ. അതൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ അങ്ങ് കാശൊക്കെ കൊടുത്ത് എനിക്ക് കാണണം എന്നുള്ള രീതിയിൽ അങ്ങ് കണ്ടു. പിന്നെ അത് 1 മന്തെല്ലാം നമുക്ക് ഫസ്റ്റ് ഇതുള്ളൂല്ലോ, ഇത്ര രൂപ കൊടുത്ത 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട് തീർക്കാൻ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 മന്തിനുള്ളിൽ തന്നെയാണ് ഞാൻ കണ്ട് തീർത്തത്. അങ്ങനെ അത് കണ്ടു. അതിപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സൊക്കെ കാണും. പിന്നെയും ഞാൻ കുറേ സീരീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കാണുന്നത് ഈ 2 ഷോസാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ.
ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഉണ്ട്, പക്ഷെ ഐ തോട്ട് ഇപ്പം തന്നെ കുറേ ആയി അല്ലേ. സോ ഇനി നമുക്ക് ഈ പരിപാടി പിന്നെ ഒരു ദിവസം എപ്പോഴെങ്കിലും ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ആക്ച്വലി ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ്.